ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യം വാഗ്ദത്തം ചെയ്യുന്നു, സ്വാതന്ത്ര്യം പറഞ്ഞു കൊടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളാണ്, അവർക്ക് സ്വാതന്ത്ര്യമില്ല, പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു. ഇന്നങ്ങനെയാണ്. കുരുടൻ വഴികാട്ടുന്നു. കുരുടൻ വഴി കാണിക്കുകയാണ്. ഞാൻ നിന്നെ ശരിയാക്കി കൊണ്ടുപോകാം. ഇവിടെ കുരുടനെ പറയുന്നത്, ഞാൻ നിന്നെ ശരിയായി വഴിക്ക് കൊണ്ടുപോകാം. ഇന്ന് അനേകരും കുരുടന്മാരാണ്, ശരിക്കും വഴി അറിയാൻ പാടില്ലാത്തവരാണ്, കണ്ണുകുരുടരാണ്, ആത്മാവിൻ്റെ കണ്ണ് തുറന്നിട്ടില്ല. പക്ഷേ അവർ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നു, അവർ കുർബാന ചൊല്ലുന്നു, അവർ കൺവെൻഷൻ പ്രസംഗിക്കുന്നു. ഇന്ന് നാശത്തിൻ്റെ അടിമകളായിരിക്കുകയാണ്, എങ്കിലും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. നാശത്തിൻ്റെ അടിമകൾ, പാപത്തിൻ്റെ അടിമയാണ്, ശാപത്തിൻ്റെ അടിമയാണ്, അനേകം ബന്ധനങ്ങളുണ്ട്. രോഗത്തിൻ്റെ അടിമയാണ്, സാത്താൻ്റെ അടിമയാണ്, അനേകം ബന്ധനങ്ങൾ. കഴിഞ്ഞ ചില അവസരങ്ങളിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ. എന്നാൽ ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗം പറയുകയാണ്, നാശത്തിൻ്റെ അടിമകൾ. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു. ഈ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, 1-ാം നൂറ്റാണ്ടിൽ തന്നെ കള്ളപ്രവാചകന്മാരുണ്ടായിരുന്നു, ഡ്യൂപ്ലിക്കേറ്റുകളുണ്ടായിരുന്നു. അന്ന് തന്നെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ യേശുക്രിസ്തുവിൻ്റെ പേരും പറഞ്ഞ് ജനത്തെ വഞ്ചിക്കുന്ന വഞ്ചകന്മാരുണ്ടായിരുന്നു. ഞാനും ക്രിസ്തുവിൻ്റെ കൂടെയാണ്, ഞാനും ദൈവത്തിൻ്റെ വേലക്കാരനാണെന്ന് ഭാവിക്കുന്ന അനേകം ആളുകളൊന്നും ഉണ്ടായിരുന്നു, അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടല്ലോ, ധാരാളം പേരുണ്ടല്ലോ. അന്ന് നാശത്തിൻ്റെ അടിമകളായിരിക്കുന്ന അനേകർ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് ഘോരഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കും. ആർക്കും നേശുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ സത്യം പറഞ്ഞു തരാം. നിങ്ങൾ ചില സൺഡേ സ്കൂൾ അധ്യാപകന്മാരാണോ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ. സൺഡേ സ്കൂൾ അധ്യാപകർ മാതൃകായോഗ്യമായി ജീവിച്ചിരിക്കണം, മാതൃകായോഗ്യമായി ജീവിക്കണം. സംശയിക്കേണ്ട, ഒരു കാര്യത്തിലും അവരുടെ ജീവിതത്തിൽ തെറ്റ് പറ്റരുത്. അവർ മാതൃകയായിരിക്കണം, സ്വഭാവത്തിൽ മാതൃകയായിരിക്കണം. എങ്കിൽ നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് അത് പ്രയോജനപ്പെടും. എന്നാൽ ഇന്ന് പല സൺഡേ സ്കൂൾ അധ്യാപകന്മാരും ആത്മീയ ജീവിതത്തിൽ ഒന്നും അറിയാൻ വയ്യാത്തവരാണ്, ഒന്നും അറിയാൻ വയ്യ. അവർ പിള്ളേരെ പഠിപ്പിക്കുന്നു പറഞ്ഞ് വരുന്നു പോകുന്നു, എന്തെല്ലാമോ പറഞ്ഞു കൊടുക്കുന്നു, പാവം പിള്ളേർക്കൊന്നും പ്രത്യേകിച്ച് കിട്ടുന്നില്ല. നേരെ മറിച്ച് അധ്യാപകർ യഥാർത്ഥമായി ക്രിസ്തു ഉള്ളവരാണെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം കുട്ടികളിലേക്ക് പകരും. ക്രിസ്തുവിൻ്റെ സ്വഭാവം കുട്ടികളിൽ ശാശ്വതമായ ഒരു ശാന്തിയിലേക്ക് അവർ നയിക്കാൻ കാരണമായി തീരും. അധ്യാപകർ സൽസ്വഭാവികളായിരിക്കണം. ഇനി സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കുകയാണോ, നിങ്ങൾ സൽസ്വഭാവികളായിരിക്കണം. നിങ്ങൾ മദ്യപരായിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചീത്ത കൂട്ടുകെട്ടുള്ളവരായിരിക്കരുത്, ചീത്ത സംസാരമുള്ളവരായിരിക്കരുത്, ആരെക്കുറിച്ച് കുറ്റം പറയുന്നവരായിരിക്കരുത്. വാവിഷ്ഠാണം, ദൂഷ്യം പറയുക, വാവിഷ്ഠാണം. നിങ്ങൾ വാവിഷ്ഠാണക്കാരായിരിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ മാതൃകയായിരിക്കണം, എല്ലാ കാര്യങ്ങളും മാതൃകയായിരിക്കണം. സൺഡേ സ്കൂൾ അധ്യാപകരുടെ കാര്യങ്ങളിൽ ഇവിടെ ഞാൻ പറയുന്നത്, സൺഡേ സ്കൂൾ അധ്യാപകർ തീർച്ചയായിട്ടും മാതൃകയായിരിക്കണം. പക്ഷേ അവർ നാശത്തിൻ്റെ അടിമകളാണ്. ഇന്ന് നാശത്തിൻ്റെ അടിമകൾ, അനേകം നാശത്തിൻ്റെ അടിമകൾ. അത് ഞാൻ പറയാൻ ലജ്ജിക്കുന്നില്ല. പട്ടക്കാർ, നാശത്തിൻ്റെ അടിമകളായ പട്ടക്കാരുണ്ട്, നാശത്തിൻ്റെ അടിമകൾ. വൃത്തികെട്ട ജീവിതം നയിക്കുന്നവർ, അവരും പാവപ്പെട്ട ജനം അവരുടെ മുമ്പിൽ നിന്ന് മുട്ടുകുത്തുന്നു, കുമ്പസാരിക്കുന്നു, അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, ഖുർആൻ കൊണ്ടുള്ള പറയുന്നു. പാവങ്ങൾ കെട്ടുമുട്ടുന്ന സാധുക്കൾ പാവം ക്ഷമിച്ചു എന്ന് വിചാരിച്ച് പാവങ്ങൾ പോയി ഖുർആൻ കൊള്ളുന്നു, പിന്നെയും പാവം ചെയ്യുന്നു, പിന്നെയും ഖുർആൻ കൊള്ളുന്നു, പിന്നെയും പാവം ചെയ്യുന്നു. ഇങ്ങനെ ഇന്ന് അനേകം പട്ടക്കാരും ഇന്ന് നാശത്തിൻ്റെ അടിമകളാണ്. അനേകം സുവിശേഷകന്മാരും നാശത്തിൻ്റെ അടിമകളാണ്. സുവിശേഷകർ നാശത്തിൻ്റെ അടിമകളാണ്. പണത്തിന് വേണ്ടി സുവിശേഷം ചെയ്യുന്നവരുണ്ട്, പണം ഉണ്ടാക്കാൻ വേണ്ടി, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സുവിശേഷം ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പേരിന് കീർത്തിക്ക് വേണ്ടി സുവിശേഷം ചെയ്യുന്നവരുണ്ട്. ഇതിനെല്ലാം അതീതമായി നിൽക്കാൻ ഒരു ചെറിയ കൂട്ടം ഉണ്ടെങ്കിൽ, ഈ പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമ്പൂർണ്ണമായി സമർപ്പിച്ച് അനുഗ്രഹീതരായ ഏതാനും പേരുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സമൂഹം രക്ഷപ്പെട്ടേനെ. ഇന്ന് തുലം ചുരുക്കമാണ്. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. ദാവീദ് ഇരുന്ന് കരഞ്ഞു, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. 12 സങ്കീർത്തനം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു. വിശ്വസ്തന്മാർ മനുഷ്യന്മാരുടെ ഇടയിൽ കുറഞ്ഞു പോയിരിക്കുന്നു. വയ്യ.
യഹോവേ രക്ഷിക്കണമേ. ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അടുത്ത 14 സംഘത്തിൽ വരുമ്പോൾ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവയായ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യപുത്രന്മാർ നോക്കുന്നു, നന്മ ചെയ്യുന്നതിനില്ല, ഒരുത്തൻ പോലും ഇല്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരില്ല. ഇന്ന് നാം ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു, വചനം കേൾക്കുന്നു. തീർച്ചയായിട്ടും വചനം കേൾക്കുമ്പോൾ ശരിയാണല്ലോ നമുക്ക് തോന്നുന്നു. ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ഇനി കോപിക്കില്ല തീരുമാനിച്ചു, പല നല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷേ പിന്നെയും പോകുന്നു, നാം പിന്നെയും പഴയ ജീവിതത്തിലേക്ക് പോകുന്നു, പഴയ ഭാവങ്ങളിലേക്ക് പോകുന്നു. പഴയ വാശിയും വഴക്കും പിണക്കവും അസൂയയും വിദ്വേഷവും എല്ലാം പിന്നെയും പുലരുന്നു. അങ്ങനെ ഇങ്ങനെ ജീവിച്ച് ഒരു ദിവസം നാം മണ്ണടിയുന്നു. അങ്ങനെ പോകാനുള്ളതല്ല ജീവിതം, തീരാനുള്ളതല്ല ജീവിതം. ഈ ജീവിതം നിത്യതയുടെ സ്വർഗ സൗഭാഗ്യത്തിൽ എത്താനുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമുള്ളൊരു ആത്മാവുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ. ദൈവം തന്നെ സ്വരൂപത്തിൻ്റെ സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിച്ചു പറഞ്ഞാൽ ദൈവത്തിന് സ്വരൂപമില്ല, ദൈവത്തിന് സാദൃശ്യമില്ല, ദൈവത്തിന് ഷേപ്പില്ല, ആകൃതിയില്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകും ദൈവം നമ്മെ സൃഷ്ടിച്ചു തൻ്റെ സ്വരൂപത്തിന് സാദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ വിശുദ്ധിയിൽ നമ്മളെ സൂക്ഷിച്ചു, നമ്മുടെ ആത്മാവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ സാത്താൻ വന്ന് എല്ലാം നശിപ്പിച്ചു, സ്വരൂപവും സാദൃശ്യവും നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇന്ന് വികൃതരൂപിയായിത്തീർന്നു. ഇന്ന് ഏറ്റവും വൈകൃതമായിട്ട് പോയി. ഇന്ന് മനുഷ്യൻ തിന്മയിലേക്ക് പോയിട്ട് അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു. ആത്മാവിൻ്റെ ദൈവിക സാദൃശ്യം നഷ്ടപ്പെട്ടു, ദൈവിക സ്വരൂപം നഷ്ടപ്പെട്ടു. ഇന്ന് പിശാചിൻ്റെ സ്വഭാവമായി കഴിഞ്ഞു. പിശാചിൻ്റെ സ്വഭാവം. മനുഷ്യന് 3 തരം ഗുണങ്ങളുണ്ടെന്ന് പറയും. 1 സത്വഗുണം, 2 രജോ ഗുണം, 3 തമോ ഗുണം. സത്വഗുണം എന്ന് പറഞ്ഞാൽ ദൈവികമായ സ്വഭാവം, സത്വഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ച് നന്മയുണ്ട്, കുറച്ച് തിന്മയുമുണ്ട്, രണ്ടും കലർന്ന ജീവിതം, അത് മനുഷ്യ സ്വഭാവം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ രാക്ഷസ സ്വഭാവം, പിശാചിൻ്റെ സ്വഭാവം. ഇന്ന് അനേകം മനുഷ്യരും രാക്ഷസ സ്വഭാവമുള്ളവരാണ്, തമോ ഗുണമുള്ളവരാണ്. തമോ ഗുണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കൂ, എന്നിൽ ഏതാണ് നിലനിൽക്കുന്നത്? തമോ ഗുണം ഉണ്ടോ എന്നിൽ? പിശാചിൻ്റെതായ സ്വഭാവം എന്നിലുണ്ടോ? എന്നിൽ കർത്താവേ കുറച്ച് നന്മയൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് തിന്മയും ഉണ്ട്. അങ്ങനെയാണോ എൻ്റെ ജീവിതം? അനേകരുടെ ജീവിതം അങ്ങനെയാണ്. ദൈവരാജ്യത്തിൽ പോകില്ല. ആ രീതിയിൽ ജീവിച്ചാൽ ദൈവരാജ്യം കാണുകയില്ല. എന്നാൽ ചിലരുടെ ജീവിതം സത്ത് ഗുണമുള്ളതാണ്, യേശുക്രിസ്തുവിന് സ്വഭാവമുള്ളതാണ്, യേശുക്രിസ്തുവിന് സ്വരൂപവും സാദൃശ്യമുള്ളതാണ്. യേശുക്രിസ്തു സ്വരൂപവും സാദൃശ്യവും അത് നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. യേശുക്രിസ്തുവിന് സ്വഭാവമുള്ളവരായിത്തീരുക നിസ്സാര കാര്യമല്ല. ഷെൽഡൻ എന്ന് പറയുന്നൊരു ഗ്രന്ഥകർത്താവ് എഴുതിയൊരു പുസ്തകമുണ്ട്, ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിലെന്ന്. ക്രിസ്തുവിൻ്റെ പാതയാണ്, ക്രിസ്തുവിൻ്റെ വഴിയിൽ നിന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ഓരോരുത്തരും ചിന്തിക്കുകയാണ്, ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമോ? ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുമോ? ഞാൻ ക്രിസ്തുവായിരുന്നെങ്കിൽ ഇൻ ഹിസ് ഫുട് സ്റ്റെപ്സ്, അതാണ് അതിൻ്റെ പേര്. അവൻ്റെ ഇൻ ഹിസ് ഫുട് സ്റ്റെപ്സ്, അവൻ്റെ പദമുദ്രകളിൽ കൂടെ, യേശുവിൻ്റെ പാദത്തിൽ കൂടെ, യേശുവിൻ്റെ പാദം പതിഞ്ഞ സ്ഥലത്തൂടെ പോവുക എന്ന് പറഞ്ഞാൽ യേശു പോയതുപോലെ പോവുക. ചിന്തിക്കണം. ഞാൻ പറയുന്നത് അസാധ്യമാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സത്യം. നിങ്ങളിത് അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ മതിമറക്കും. ഇത് അനുഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ 10 പേരോട് പറയാൻ നിങ്ങൾക്ക് തോന്നിപ്പോകും. യേശുക്രിസ്തുവിൻ്റെ ഈ സ്നേഹം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് യേശുവിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് കിട്ടുവാൻ തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ഹൃദയത്തിൽ വലിയ തീ കത്തി തുടങ്ങും. എൻ്റെ കർത്താവേ, അനേകർ സത്യം അറിയാതെ പോകുന്നല്ലോ, അനേകർ നരകത്തിലേക്ക് പോകുന്നല്ലോ, നിങ്ങളുടെ ഹൃദയമേ നൊമ്പരപ്പെടും. ദൈവമേ, സത്യം അറിയാതെ അനേകർ നാശത്തിലേക്ക് ഒഴുകുന്നല്ലോ, എൻ്റെ ദൈവമേ ഈ ജനത്തിനെ രക്ഷിക്കണമേ. കർത്താവേ, എന്നാൽ എന്താകുമെന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഞാൻ എന്തുമാകാമെന്ന് പറയും. കർത്താവേ, ഞാൻ എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കർത്താവേ, നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് നാം പറയും. അങ്ങനെ നമ്മെ തന്നെ വെറുത്തുകൊണ്ട് നമ്മെ തന്നെ തിരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചാടി ഇറങ്ങും. ദൈവത്തിന് സ്തോത്രം. പലരും വരെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. പണ്ട് കോളേജിലായിരുന്നപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും എന്നെ ദൈവമേ എന്ന് വിളിക്കാറുണ്ട്. ദൈവമേ എന്ന് കളിയാക്കിയതാണ്, അങ്ങനെ പരിഹസിച്ച ദൈവമേ എന്ന് വിളിക്കും. എനിക്കതൊരു പ്രയാസം തോന്നിയിട്ടില്ല. ആരെ വിളിച്ചത് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴവിടെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുക്കിലേക്ക് വന്നു. സാറിനെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അയ്യോ എനിക്ക് മറന്നുപോയല്ലോ. സാറിനെ പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞു. ആണോ? ഞാൻ മറന്നുപോയി. ഉടനെ അദ്ദേഹം പറയുകയാണ്, സാറേ ഞാൻ നാട്ടിൽ വരുമ്പോൾ സാറിനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്ത് പറ്റി? സാറേ, ഞാൻ സാറ് കോളേജിലായിരുന്നപ്പോൾ
സാറിനെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അന്ന് ഞാൻ സാറിനെ മറ്റു പിള്ളേരുടെ കൂടെ ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ദൈവമേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ദൈവമേ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറിനോട് ക്ഷമിക്കണം, എനിക്ക് ഇപ്പോൾ കാര്യം പിടികിട്ടി, ഞാൻ തെറ്റാ ചെയ്തതെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, മോനെ എനിക്കത് എൻ്റെ മനസ്സിലൊന്നും തട്ടിയിട്ടില്ല, ആരോടും എനിക്ക് ഇഷ്ടക്കുറവ് തോന്നിയിട്ടില്ല. അതിപ്പോൾ കാര്യം അറിയാൻ പാടില്ലാത്തവർ അങ്ങനെ പറഞ്ഞു, ഞാൻ അത്രയും ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം എതിർത്താലും ആരെല്ലാം പകച്ചാലും എന്തെല്ലാം വൈപരീത്യങ്ങൾ ജീവിതത്തിൽ വന്നാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്, ക്രിസ്തുവിൻ്റെ ആത്മാവ് കൃപയാൽ എന്നിൽ വാസം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ നാവ് അടങ്ങിയിരിക്കുകയില്ല. ആയുസ്സിൻ്റെ അന്ത്യനിമിഷം വരെയും ഞാൻ യേശുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, യേശുവിനെ സാക്ഷിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ട്? കാരണം എനിക്ക് സമാധാനം തന്നത് യേശുവാണ്. എൻ്റെ അപകർഷത ബോധം മാറ്റിയത് യേശുവാണ്. എൻ്റെ നിരാശ മാറ്റിയത് യേശുവാണ്. ഒരു വയസ്സിൽ അപ്പനില്ലാതായി പോയ എൻ്റെ ജീവിതത്തിൽ അപ്പനായി കടന്നു വന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആരോരുമില്ലാത്തതിനെ പോലെ വലഞ്ഞു പോയ എൻ്റെ ജീവിതത്തിൽ കാരുണ്യവായ്പോടെ കടന്നു വന്നത് യേശുവാണ്. എനിക്ക് ശാന്തി തന്നത് യേശുവാണ്. എനിക്ക് കെട്ടുറപ്പ് തന്നത് യേശുവാണ്. എനിക്ക് ശുഭഭാവി തന്നത് യേശുവാണ്. തീരമായിരുന്ന ജീവിതം, നഷ്ടപ്പെട്ടു പോകാൻ ജീവിതം, എൻ്റെ സ്വന്തത്തിൽപ്പെട്ട അനേകം പേരെ പോലെ വചനത്തോട് ഒരു താല്പര്യമില്ലാതെ എന്നാൽ പള്ളിയിൽ പോകും, നമസ്കാരം ചൊല്ലും, അങ്ങനെയൊക്കെ ജീവിച്ചു വരുന്ന ആളുകളെ പോലെ ഞാനും അങ്ങായി പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ വചനം കേൾക്കുകയാണ്. നിങ്ങൾ ഹൃദയം തുറക്കട്ടെ. ഈ ഹൃദയം തുറന്നിട്ട് നാശത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക. ഇവിടെ പറഞ്ഞത് എന്താണ്? നാശത്തിൻ്റെ അടിമകളാണ്. നാശത്തിൻ്റെ അടിമ. നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കൂ. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങി നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ശീഘ്രനാശം വരുത്തും. തങ്ങളുടെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറയും. യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ആരും ഒന്നും അറിയുന്നില്ല. മഹാവലിയ അപകടത്തിലേക്ക് നീങ്ങുന്നു, ആരും അറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് നിലവിളിക്കും, പക്ഷേ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. മരണത്തോടടുത്ത് വിനാഴികയിൽ ഭീകരമായ ദൃശ്യങ്ങൾ കാണും. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തൊന്നു പോയ പാപങ്ങൾ എല്ലാം തെളിഞ്ഞു വരും. അപ്പോൾ ബോധം കെട്ട് കിടക്കുകയായിരിക്കും. മറ്റുള്ള ആരും വിളിച്ചാലും മിണ്ടുകയില്ലാതെ കിടക്കുകയായിരിക്കും. പക്ഷേ അവിടെ അപ്പോൾ ചില ഭീകര ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചില കാഴ്ചകൾ കാണുകയാണ്. ഓരോ സമയത്ത് ചെയ്തുപോയ പാപങ്ങൾ ഒന്ന് അണിനിരക്കും. ഓരോ സമയത്ത് ചെയ്തുപോയ വിനകളെല്ലാം വന്ന് അണിനിരക്കും. അതെല്ലാം കണ്ട് ഭയവിഹ്വലനായി നീക്കി അവിടെ കിടക്കുകയായിരിക്കും. ആളുകൾ പറയും വായു വലിച്ചു തുടങ്ങി, ഇപ്പം മരിക്കുമെന്ന് പറയും. പക്ഷേ വാസ്തവന സമയത്ത് ബോധമണ്ഡലം അങ്ങ് മാറി പാപത്തിൻ്റെ ഭീകരത കണ്ട് എന്തു വേണ്ടെന്നറിയാതെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്. ഭീകരരൂപികളായ പിശാചുക്കൾ കറുത്തിരണ്ട സത്വങ്ങൾ വന്ന് അടുക്ക് നിൽക്കുന്നു, കാണുന്നു. ഈ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് ഭീകര രൂപികളൊന്ന് നിൽക്കുന്നു. ആ സമയത്ത് ആര് രക്ഷിക്കും? ദൈവത്തിന് സ്തോത്രം. ആർക്ക് സഹായിക്കാൻ പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, ആരെയും കാണുന്നില്ല, സഹായിക്കാൻ ആരുമില്ല. കാരണം ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല. ജീവിക്കുന്ന കാലത്ത് ആയുസ്സുള്ളപ്പോൾ ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ച് പാപത്തിൽ നിന്നും നാശത്തിൽ നിന്നും നരകത്തിൽ നിന്നും മോചനം പ്രാപിച്ചാൽ മാത്രമേ അപ്പോൾ നമുക്ക് സമാധാനം കിട്ടുകയുള്ളൂ. ഇന്ന് ഈ താൽക്കാലിക ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് വളരെ സുഖമാണ്. പ്രാർത്ഥനയുണ്ട്, നമസ്കാരമുണ്ട്, യോഗമുണ്ട്, കൺവെൻഷനുണ്ട്, പ്രസംഗമുണ്ട്, വനിതാ സമ്മേളനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അന്ന് ഇതൊന്നും നമ്മെ സഹായിക്കുകയില്ല. അന്ന് നമ്മുടെ പാവങ്ങളെല്ലാം നിരന്ന് വരുന്നു, ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒന്ന് നിലനിൽക്കും. നമ്മൾ ചെയ്തു പോയ ദുഷ്കൃത്യങ്ങൾ, നമ്മൾ വഴക്കടിച്ച ആളുകൾ, നമ്മൾ ജീവിതത്തിൽ വെറുത്തുപോയ വ്യക്തികൾ, അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് വന്നതായ നഷ്ടങ്ങൾ, കഷ്ടങ്ങൾ, അവർ മൂലം നമുക്ക് വന്നതായ അശുദ്ധികൾ, ഇതെല്ലാം വന്ന് അണിനിരന്ന് നിൽക്കും. സ്വന്തപ്പെട്ടവരിൽ നിന്നുപോയ അശുദ്ധികൾ, ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം കുടുംബാംഗങ്ങളിൽ നിന്നുപോയ അശുദ്ധികൾ, സ്വന്തപ്പെട്ടവർ വീട്ടിൽ പോയി താമസിച്ചപ്പോൾ അന്ന് പറ്റിയ അശുദ്ധി എല്ലാം വന്ന് അണിനിരന്ന് നിൽക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടേണ്ടതില്ലയോ? ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടണം. എന്നാൽ അപ്പോൾ ആ പാപങ്ങൾ അണിനിരക്കാതിരിക്കണമെങ്കിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് അതെല്ലാം മാഞ്ഞു പോകണം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാം മാഞ്ഞു കിട്ടണം. എല്ലാം മാഞ്ഞു കിട്ടും. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം എല്ലാം കഴുകിത്തരും. ഇന്ന് അനുദപിച്ചാൽ, ഇന്ന് മാനസാന്തരപ്പെട്ടാൽ, ഇന്ന് ജീവിതം ക്രിസ്തുവിന് സമർപ്പിച്ചാൽ ഇന്ന് ഈ പാപങ്ങളെല്ലാം കഴുകിത്തരും. പിന്നെ ഒരു പാപവും ആ പുസ്തകത്തിൽ കാണുകയില്ല. നല്ല ശുഭ്രമായ
നല്ല വെണ്മയുള്ള നല്ല വെളുപ്പുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഒരു കറയുമില്ലാതെ നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അന്ന് അത് സാധിക്കണമെങ്കിൽ ആയുസ്സുള്ളപ്പോൾ നാം അനുദപിക്കണം, നാം മാനസാന്തരപ്പെടണം, നാം പാവത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം, ഇനിമേൽ പാവം ഇല്ല എന്ന് തീരുമാനിക്കണം. അല്ലെങ്കിലോ നാശത്തിൻ്റെ അടിമകളായിത്തീരും. നാശത്തിൻ്റെ അടിമകൾ, മഹാനാശത്തിൻ്റെ അടിമകൾ. ഈ ഭൂമിയിൽ വെച്ച് തന്നെ നാശം തുടങ്ങും. ഈ ഭൂമിയിൽ വെച്ച് മക്കൾ നമുക്ക് എതിരായി തീരുന്നു വരാം, ഭാര്യ നമുക്ക് നമ്മെ എതിർത്തുനിന്ന് വരാം, ഭർത്താവ് നമ്മുടെ വൈരാഗ്യപ്പെട്ടെന്ന് വരാം, മാതാപിതാക്കൾ നമ്മളെ ദ്വേഷിച്ചെന്ന് വരാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷകൾ കുറേശ്ശെ കെട്ടി വരും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ ചില പ്രശ്നങ്ങൾ വന്നു വരും. നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്ന പോലെ മക്കൾ വളർന്നു വരാതെ, നല്ല രീതിയിലേക്ക് വളർന്നു വരാതെ വരും. അവരുടെ ശോഭനമായ ഭാവി നഷ്ടപ്പെടുന്നു വരും. അതിനെല്ലാം കാരണം നമ്മുടെ പാവങ്ങളാണ്. പാവത്തിൻ്റെ പരിണതഫലമായിട്ടാണ് അനേക രീതിയിലെല്ലാം ദോഷങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ വെച്ച് എല്ലാ പാവവും കഴുകപ്പെടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കർത്താവിനോട് പറയാം, നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ, കർത്താവേ, എണ്ണിയാൽ തീരാത്ത പാവം ഉണ്ടല്ലോ, എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ. കർത്താവെ, നോക്കുമ്പോൾ ഈ പേടിയാകുന്നു. എന്തെല്ലാമാണ് വന്നുപോയത്, ഞാൻ എന്തെല്ലാമാണ് ചിന്തിച്ചു പോയത്, എന്തെല്ലാമാണ് ഞാൻ പറഞ്ഞു പോയത്, ആരെയെല്ലാമാണ് ഞാൻ കുറ്റപ്പെടുത്തി പോയത്. ദൈവമേ, ഞാൻ എന്തെല്ലാം ദുഷ്കൃത്യങ്ങളാണ് ഇടപെട്ട് പോയത്, പുറത്ത് അറയ്ക്കുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ഞാൻ ചെയ്തു പോയത്. എൻ്റെ ഹൃദയത്തിൽ കൂടി പോയ ചിന്തകളും ആഗ്രഹങ്ങളും എന്തൊക്കെയായിരുന്നു. ദൈവമേ, പേടിയാകുന്നു. നിങ്ങൾ ദൈവത്തോട് പറയണം, കർത്താവേ, കഴുകണമേ, കഴുകണമേ. നിന്റെ സോപ്പായാൽ നിൻ്റെ സോപ്പാകൊണ്ട് എന്നെ കഴുകണമേ. ദൈവമേ, നിൻ്റെ ക്രയം പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വൃത്തം പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തത്, നിൻ്റെ മുമ്പിൽ തിന്മയാളി ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, എൻ്റെ പാപത്തിൽ എൻ്റെ അമ്മേനെ ഗർഭം ധരിച്ചു. നിന്റെ സോപ്പാകൊണ്ട് എന്നെ കഴുകണമേ, ഈ സോപ്പോട് എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, എടുപ്പുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. കർത്താവെ, എൻ്റെ നാഥ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരിച്ചു തരണമേ. എനിക്ക് നഷ്ടപ്പെട്ടു പോയ സ്തുതി എനിക്ക് തിരികെ തരണമേ. ഞാൻ മൂലം യെരൂശലേമിൻ്റെ വാതിലെല്ലാം തകർന്നു പോയിരിക്കുന്നു, യേശുവിൻ്റെ മതിൽ ഇടിഞ്ഞു പോയിരിക്കുന്നു. കർത്താവെ, ഞാൻ മൂലം അനേകർക്ക് ദോഷവും നഷ്ടവും സംഭവിച്ചിരിക്കുന്നു. ആത്മലോകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ അനേകർ ഉഴലുന്നു. ഞാനാണ് കാരണം. ചിലരെ തെറ്റിച്ചത് ഞാനാണ്, ചിലരെ പാവത്തിലേക്ക് കൊണ്ടുപോയത് ഞാനാണ്. കർത്താവെ, പാവം വന്നുപോയി, ഞാൻ മൂലം ചിലർക്ക് അപകടം വന്നുപോയി. നാഥ, എന്നോട് ക്ഷമിക്കണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു നോക്കൂ. കാണാം, യേശു വന്ന് സാത്താനെ മാറ്റി, പൈശാചിക ശക്തിയെ മാറ്റി, ദുരാത്മാക്കളെ മാറ്റി നിങ്ങൾക്ക് മോചനം തരും. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ വരും, നിങ്ങൾക്ക് മോചനം തരും. നിങ്ങൾ അത്ഭുതപ്പെടും. എൻ്റെ ദൈവമേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ എല്ലാം ക്ഷമിച്ചല്ലോ കർത്താവെ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ മഹത്വപ്പെടട്ടെ. സ്തോത്രം. സഹോദരങ്ങളെ, ഇതുവരെ വന്നതെല്ലാം കർത്താവ് ക്ഷമിക്കും. പേടിക്കണ്ട, നിരാശപ്പെടണ്ട. എല്ലാം പുറത്തു തരും, എല്ലാം കഴുകിത്തരും, എല്ലാം ശുദ്ധീകരിച്ചു തരും. സ്നേഹം മാത്രമായി യേശു എല്ലാം കഴുകിത്തരും. ഒരേ ഒരു കാര്യം, അനുദപിക്കുക, മാനസാന്തരപ്പെടുക, വചനം കേൾക്കുക, കേട്ട വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആശിക്കുന്നു ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന ചിലരെങ്കിലും ഇന്ന് പുതിയ തീരുമാനം എടുക്കുമെന്ന്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് സാത്താനോട് യാത്ര പറയുമെന്ന്. മുഹമ്മദ് സൈൽ അതല്ലേ പറഞ്ഞത്, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മിശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. തലതൊട്ടപ്പൻ കുഞ്ഞിൻ്റെ ഇടത്തെ കൈയിൽ, സ്വന്തം ഇടത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് നിന്ന്, സാത്താനെ, നിന്നെയും നിൻ്റെ സകല ഭയത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. തലതൊട്ടപ്പൻ കുഞ്ഞിൻ്റെ വലത്തെ കൈയിൽ, സ്വന്തം വലത്തെ കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട്, വിശ്വാംബരാനെ ഞാൻ സ്വീകരിക്കുന്നു, വിശ്വാംബരാനെ ഞാൻ സ്വീകരിക്കുന്നു, വിശ്വാംബരാനെ ഞാൻ സ്വീകരിക്കുന്നു 3 പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ കൊണ്ടുവരണം. നിങ്ങൾക്കറിയാൻ പാടില്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത സമയത്താണ് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് നടന്നത്. സാത്താൻ ഉപേക്ഷിച്ചു, മിശിഹായെ ഞാൻ സ്വീകരിച്ചു. ഇതാണ് നടന്നത്. അത്ഭുതം നടന്നു. ഞാൻ സാത്താനെ ഉപേക്ഷിച്ചിട്ട് മിശിഹായെ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ വികൃതമായ ആത്മാവ് യേശുവിൻ്റെ ആത്മാവിനോട് തുല്യമായി വിശുദ്ധി പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ പാപങ്ങളെല്ലാം യേശു രക്തത്താൽ കഴുകിയിരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, യേശുവിൻ്റെ മകളാണ്, യേശുവിൻ്റെ മകനാണ്, യേശുവിൻ്റെ സ്വന്തമാണ്. ഈ ഉറപ്പ് നിങ്ങൾക്ക് വരണം. ദൈവത്തിന് സ്തോത്രം. നാശത്തിന് അടിമകളായിരിക്കുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടണം. നാശത്തിന് അടിമകളായിരിക്കാൻ പാടില്ല. അപകടത്തിലേക്ക് നീങ്ങരുത്, പാപത്തിലേക്ക് നീങ്ങരുത്, അശുദ്ധിയിലേക്ക് നീങ്ങരുത്. അശുദ്ധമായ സാഹചര്യങ്ങളെ വിട്ടുപോകണം. ചീട്ടുകളി സംഘങ്ങളിൽ പോയി ഇരിക്കരുത്. പണം വെച്ച് ചീട്ട് കളിക്കുന്ന സംഘങ്ങളിലും പോയി ഇരിക്കരുത്. അതെല്ലാം നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുപോകാം, കൂട്ടുകാരുടെ ചീത്തയിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾ ചീത്ത കൂട്ടുകെട്ടിൽ പോകരുത്. ചീത്ത കൂട്ടുകാരുമായി ഇടപെടരുത്. ചീത്ത ശീലങ്ങൾ പഠിക്കരുത്. ചീത്ത വാക്കുകൾ. ഇന്നലെ ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് കാണാൻ വന്നു. ആ മോൻ പറയുകയാണ്, എനിക്ക് ചീത്ത വാക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു, പക്ഷേ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എന്നെ പഠിപ്പിച്ചു, ഞാനിപ്പോൾ ചീത്ത വാക്കൊക്കെ പറയും.
ഒരു കുസലില്ലാതെ പറയും. ഞാൻ ചീത്ത വാക്ക് പറയും, വളരെ കേൾക്കാൻ കൊള്ളാത്ത വാക്കുകൾ ഞാൻ പറയും. അതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയാൻ പാടില്ല. പാവം കൊച്ചുകുട്ടിയാണ്. ആ ക്ലാസ്സിലുള്ള മറ്റുള്ളവർ പറഞ്ഞു അതൊക്കെ എങ്ങനെ പറയണമെന്നാണ് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നമ്മുടെ കുട്ടികളെ ബാധിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, അനന്തര തലമുറയെയും ബാധിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെക്കുറിച്ച് വിചാരമുള്ളവരായിരിക്കണം. കുട്ടികൾ ചീത്ത വഴിയിലേക്ക് പോകാൻ ഇടവരാൻ നോക്കണം. അവർ ചീത്ത ശീലങ്ങൾ പഠിക്കരുത്. അവരെ ടി വിയുടെ മുമ്പിലിരുന്ന് ഈ സിനിമയോ അല്ലെങ്കിൽ മറ്റ് ചില വികൃത കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, സിനിമ സീരിയൽ, അതുമാത്രമല്ല ചില വികൃതമായ വളരെ മോശമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളുടെ കുട്ടികൾ കാണരുത്. നിങ്ങളും കാണരുത്. നിങ്ങൾ കണ്ടാൽ കുട്ടികൾ കാണരുതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിങ്ങളും കാണരുത്, സൂക്ഷിക്കണം. ഏറ്റവും ഹീനമായ ചില ചിത്രങ്ങളൊക്കെ വരും ചിലപ്പോൾ, അതൊന്നും കാണരുത്. നിങ്ങൾക്ക് ടി വിയിൽ മുമ്പിലിരിക്കാൻ അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സമയത്ത് വേണമെങ്കിൽ ന്യൂസ് ഒന്ന് കാണാം, ഒരു 5 മിനിറ്റ് ന്യൂസ് കാണാം. അതല്ലെങ്കിൽ അതുപോരായെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടി വിയിൽ ഇരുന്നുകൊണ്ട് പ്രസംഗം കേൾക്കാം. വേറെ ഒന്നും ചെയ്യരുത്. ടി വി അതിനെക്കുറിച്ച് പറയുന്നത് വിട്ടിപ്പെട്ടി എന്നാണ്. വിട്ടിപ്പെട്ടി മണ്ടന്മാരുടെ വെട്ടിയാണെന്നാണ്. ടി വിയിലെ ഈ കാർട്ടൂണുകൾ നോക്കി രസിക്കുന്ന പിള്ളേരുണ്ട്. എന്ത് പ്രയോജനം? ഒരു പ്രയോജനമില്ല. ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഇതൊക്കെ കിട്ടുമല്ലോ. മൊബൈൽ ഫോണിൽ കാർട്ടൂൺ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. സമയം മുഴുവൻ നഷ്ടം, അവരുടെ ബുദ്ധി നഷ്ടം, ബുദ്ധി വികലമായി പോകും. ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായി വളർന്നു വരണം. അവർ അനുഗ്രഹീതരായി വളർന്നു വരണം. ചീത്ത ശീലങ്ങൾ പഠിക്കരുത്. മൊബൈൽ കണക്ഷൻസ്, അരുതാത്ത കണക്ഷൻസ് വേണ്ട. ഞാൻ പറയും, ഒരു 10-20 വയസ്സ് വരെയും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന്. പലർക്കത് മനസ്സിലാവില്ല. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ എങ്ങനെയാണ് സാറേ ഒരു തിയറി അല്ലെങ്കിൽ ഒരു കണക്കിലെ ഒരു പ്രോബ്ലം ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പ്രോജക്റ്റ് നോക്കുന്നത്, അതിന് മൊബൈൽ ഫോൺ വേണ്ടേ? പ്രിയപ്പെട്ടവരെ, സഹായമായിരിക്കാം, അല്ലെന്ന് ഞാൻ പറയില്ല. നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാൽ കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷേ ബെറ്റർ അവോയ്ഡ് ഇറ്റ്. അത് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. ദൈവത്തിന് സ്തോത്രം. മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ചില നമ്പറുകൾ അതിൽ നോട്ട് ചെയ്തിരിക്കണം, അതിനകത്ത് എൻ്റർ ചെയ്തിരിക്കണം. അല്ലാത്ത നമ്പറിൽ നിന്നും വിളിക്കുന്നത് സ്വീകരിക്കരുത്. നിങ്ങൾ നോട്ട് ചെയ്തിരിക്കുന്ന നമ്പർ അല്ലാതെ വേറെ ഏത് നമ്പറിൽ നിന്ന് വന്നാലും ആ ഫോൺ എടുക്കരുത്. പറ്റുമോ? ഇതൊക്കെ സാധിക്കുമോ? എൻ്റെ സാറ് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പൂച്ചു കെട്ടുകയാണോ? അല്ല മക്കളെ, അല്ല. നശിക്കാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. നശിക്കാതിരിക്കാൻ പറയുകയാണ്. നിങ്ങളുടെ ജീവിതം താറുമാറായി പോകാതിരിക്കാൻ പറയുകയാണ്. ഈ മൊബൈൽ ഫോണിൽ കൂടിയുള്ള ചാറ്റിങ്സിൽ കൂടി എന്തെല്ലാം ചീറ്റിങ്സാണ് നടക്കുന്നത്, ചതിവാണ് നടക്കുന്നത്, ആരും അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാശത്തിന് അടിമകളായിരിക്കരുത്, നാശത്തിലേക്ക് പോകരുത്. നിങ്ങൾ ഇന്ന് ചെന്നിട്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ അടുത്ത ദിവസം തന്നെ ഈ 2 പത്രോസ് 2-ാം അധ്യായം ഒന്ന് മുഴുവൻ വായിക്കുക. ഒരു 5 മിനിറ്റ് വായിക്കാനേ ഉള്ളൂ. 2 പത്രോസ് 2-ാം അധ്യായം. അതിൽ ഇതിൻ്റെ വിസ്തീർണം എല്ലാം കാണാം. അത് പറയാൻ എനിക്ക് നേരമില്ലല്ലോ. നാശത്തിന് അടിമകളായിരിക്കരുത്. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായിരിക്കണം. സ്വാതന്ത്ര്യം വേണം. ക്രിസ്തുവിൽ സ്വതന്ത്രരായിരിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരും കവർന്നെടുക്കരുത്. ആരും നമ്മെ വഞ്ചിക്കരുത്. പിശാച് നമ്മെ തട്ടിക്കൊണ്ട് പോകാൻ ഇടവരുത്തരുത്. നമ്മുടെ ജീവിതം ശോഭനമായ ഭാവിയിലേക്ക് കുതിച്ചു ഉയരേണ്ടതാണ്. ഞാൻ ഈ കുട്ടികളെ കാണുമ്പോൾ, കൊച്ചു കുട്ടികളെ കാണുമ്പോഴൊക്കെ, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടും എല്ലാം എൻ്റെ മനസ്സിൽ ഇവർ ചിലർ IAS ഓഫീസേഴ്സാകും, ചിലർ നല്ല ഡോക്ടേഴ്സാകും. ഓരോരുത്തരെ കൂടെ ഞാനങ്ങ് ഭവനം കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉന്നതന്മാരായി തീരേണ്ടവരാണ് ഈ കുട്ടികൾ. അവരെ ജീവിതം നശിപ്പിച്ച് കളയേണ്ടവരല്ല. നമ്മുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തണം. ഡോക്ടേഴ്സ് ആകണം, നല്ല നല്ല അക്കൗണ്ടൻസ് ആകണം, നല്ല ഫിനാൻഷ്യൽ ഓഫീസേഴ്സ് ആകണം, നല്ല ഉയർന്ന തലങ്ങളിലേക്ക് എത്തണം. നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. സ്തോത്രം. നാശത്തിനടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക, ദൈവമക്കളായി തീരുക. തലകളെ കണക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് തിരുമുമ്പാകെ വരുവാൻ ഞങ്ങൾക്ക് കൃപ തന്നതിനായി സ്തോത്രം. തിരുവചനം കേൾക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അടിമത്തം എന്തെങ്കിലും കാണുവാൻ ഞങ്ങൾക്ക് കണ്ണുകളെ തുറന്നതിനായി സ്തോത്രം. നാശത്തിൻ്റെ അടിമകളാകാതെ, ദുശ്ശീലങ്ങളുടെ അടിമകളാകാതെ, ദുസ്വഭാവത്തിൻ്റെ അടിമകളാകാതെ, യേശുക്രിസ്തുവിൻ്റെതായ സ്വാതന്ത്ര്യം അനുഭവിച്ച് തിരുത്താലുള്ള പാപമോചനം പ്രാപിച്ച് സമാധാനം ചെയ്യുന്ന ഇപ്പം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അവിടുത്തെ 2-ാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നു വരുമ്പോൾ ആ കൂടെ ഞങ്ങളും പറന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. അതിനായി ഞങ്ങളെ നീ വിശദീകരിക്കണമേ, ഞങ്ങൾ രൂപാന്തരപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.